ഹലോ, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ദൈവാനുഗ്രഹത്താൽ ഞാൻ വലിയ തിരക്കേടില്ലാണ്ട് പോകുന്നു കേട്ടോ. എനിക്കിങ്ങനെ ടൂ വീലറിലൊക്കെ പോകാൻ ഇഷ്ടമാണ്, പക്ഷെ നല്ല പേടിയുള്ള ഒരാളാണ് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, 2 പ്രാവശ്യം ലൈഫിൽ ആക്സിഡൻറ്റ് മീറ്റ് ചെയ്ത പിന്നെ ചെറിയൊരു സഭാകമ്പം എന്നൊക്കെ പറയുന്ന പോലെ ചെറിയൊരു പേടി. ഓക്കെ, എനിവേ ഞാനിപ്പോൾ പറന്ന് സ്കൂട്ടിയുടെ പുറകെ പിലോടെ പുറകിലിരുന്ന് പോകുന്ന വേറെ എങ്ങോട്ടും അല്ല കേട്ടോ. വീട്ടിൽ അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് ദിവസമാകുമ്പോൾ നമുക്ക് ബോറടിച്ച് ഫ്രസ്ട്രേഷൻ മൂഡൊക്കെ ഓണാവും. അപ്പോൾ പിന്നെ ബ്രേക്ക് എടുത്ത് നമ്മൾ പോകുന്നത് വേറെ എങ്ങോട്ടും അല്ല, ടിറ്റിയുടെ ടിജോപ്പൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അവിടെ ചെന്നില്ലെങ്കിലാണ് അവർക്ക് പരാതി. അങ്ങനെ ദേ ഞാൻ ചെന്നത് ഒരു സന്ധ്യ 7 മണിയൊക്കെ ആറായപ്പോഴാണ്. ആൻറ്റി പള്ളിയിൽ പോയിട്ട് വന്ന് എന്നെ കണ്ട് മീറ്റ് ചെയ്ത സീനൊക്കെ ആയിരുന്നു. പിന്നെ അത്താഴത്തിന് മത്തിക്കറി, അച്ചാർ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ചുമ്മാ എന്താ പറയുക, തൈരും അച്ചാറും മാത്രമേ കഴിച്ചുള്ളൂ. ഇത് അടുത്ത ദിവസം രാവിലെ നമ്മൾ ചായ ഉണ്ടാക്കുന്ന പ്രയാണത്തിലാണ് കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ ഭയങ്കര നേരത്തെ എണീക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം എന്നൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ അവിടെ റീസെൻ്റ്ലിയാണ് ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞത്. അപ്പോൾ എനിക്ക് അവിടുത്തെ കിച്ചൺ ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ നല്ല വിൻഡോസിലൂടെ നല്ല വെളിച്ചം ഇങ്ങനെ കയറി വരും. എനിക്കിങ്ങനെ ഭയങ്കര വെട്ടവും വെളിച്ചം ഉള്ളിടത്ത് നിന്ന് കുക്ക് ചെയ്യാൻ പേഴ്സണലി എനിക്കിഷ്ടമാണ്. പിന്നെ അവിടെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ആദ്യം സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എല്ലാം തന്നെ ചെയ്തിട്ടുണ്ടാവും. പിന്നെ അന്നേരം നമുക്ക് ചൂട് ചായ കുടിക്കാനായിട്ട് ഞങ്ങൾ ചായ ഉണ്ടാക്കുകയായിരുന്നു. അവിടെ ഒരു കട്ടൻ ചായ പ്രാന്തനുണ്ട്. രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം എന്ന് വേണ്ട ഏത് സമയത്ത് എത്ര പ്രാവശ്യം കൊടുത്താലും അവനിങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കും. അപ്പം അവനൊരു 2 ട്രിപ്പ് ചായ കുടിച്ചതിന് ശേഷം 3ാമത്തെ ട്രിപ്പ് ചൂടാക്കി കുടിക്കുന്നതിനിടയിൽ കുറച്ച് പാൽ ചായ ഗേളുണ്ട് അവിടെ. ആൾ പാൽ ചായ മാത്രമേ കുടിക്കുകയുള്ളൂ. ഈ ഒരു വീട്ടിൽ തന്നെ ആങ്ങളയും പെങ്ങളും 2 ഫ്ലേവേഴ്സിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അവരുടെ ക്യാരക്ടറും മാനറിസവും അവരുടെ ടേസ്റ്റും ലൈക്സും ഡിസ്ലൈക്സും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് കട്ടനും ഒരാൾക്ക് പാൽ ചായ എടുത്തു. ഞാൻ ഈ ചില്ല് ഗ്ലാസ്സിൽ കട്ടൻ ചായ എടുത്തെങ്കിലും ബേസിക്കലി അവൻ സ്റ്റീൽ ഗ്ലാസ്സിലാണ് കേട്ടോ കുടിക്കുന്നത്. പിന്നെ കാഴ്ചയ്ക്കൊരു ദൃശ്യാനുഭൂതി ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ ചില്ല് ഗ്ലാസ്സിൽ കട്ടൻ ചായ എടുത്തത്. ഈ ഇപ്പുറത്തിരിക്കുന്ന കപ്പില്ലേ, അത് എയർ ഇന്ത്യയിൽ അങ്കിൾ നേരത്തെ വർക്ക് ചെയ്തപ്പം അവിടുന്ന് കിട്ടിയ കപ്പാണ് കേട്ടോ. സംഭവം അടിപൊളി. എത്ര വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും അതിനൊരു എന്താ പറയുക, ഒരു മങ്ങലോ വിങ്ങലോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ ഇടയ്ക്ക് അവിടെ ചെല്ലുമ്പോഴൊക്കെ അതിൻ്റെ അകത്ത് കഴിക്കും. ഇവരാരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ മാത്രമേ അത് യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. ഞാൻ പിന്നെ അങ്ങനെയുള്ള സമയത്തിൽ ഞാൻ എന്നെ ഗസ്റ്റായിട്ട് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് എനിക്ക് വേണ്ട ചായയും കാപ്പിയൊക്കെ ഇതുപോലുള്ള സംഭവങ്ങളെടുത്തങ്ങ് കുടിക്കും. ഞാൻ മുന്നേ പറഞ്ഞ പോലെ പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ടിറ്റിമോളിടുന്ന കട്ടൻ ചായ അതൊരു അടിപൊളിയാണ്. സെയിം ഇൻഗ്രീഡിയൻസ് ചേർത്താണ് ഞാനും ആ വീട്ടിലെ പലരും ഇടുന്നെങ്കിലും എന്തോ അവളുടെ കട്ടൻ ചായക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉള്ളതുപോലെ എനിക്ക് തോന്നാറുണ്ട്. അറിയില്ല, മേ ബി ഷീ സ്പെഷ്യലൈസ്ഡ് അറ്റ് ഒൺലി ഇൻ കട്ടൻ ചായ ആയതുകൊണ്ടാണോ എന്നെനിക്കറിയത്തില്ല. അപ്പോൾ സംഭവങ്ങളൊക്കെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പതുക്കെ അടുത്ത ഘട്ടത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അതിനു മുമ്പ് കുറച്ച് ഇൻസ്റ്റയിൽ റീലിടാനും കാര്യങ്ങൾക്കുമായിട്ട് അതിൻ്റെ പല മോഡ് ഓണാക്കി വീഡിയോ എടുക്കുന്ന സീൻസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികം. ഞാൻ തന്നെ ഓർക്കും, എൻ്റെ ഗാലറിയും ഫോണും ഒക്കെ നിറഞ്ഞ് കവിഞ്ഞ് കിടക്കുകയാണ്. ചില സമയത്ത് വീഡിയോസ് കൊണ്ടിട്ട് അനങ്ങാൻ വയ്യാതാകാറുണ്ട്. പക്ഷേ ഏത് ഡിലീറ്റ് ചെയ്യണമെന്നും തോന്നാറില്ല. കുറേ ഉണ്ടാകും. ഒരു ഫോട്ടോയോട് തന്നെ ഒരു 10-15 എണ്ണം കാണും. പല രീതിയിലും പല ഭാവത്തിലുമുള്ള വീഡിയോസും എല്ലാം. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയായിരുന്നു. ഇന്നലെ തന്നെ രാത്രിയിൽ ഞാൻ മീൻ കറി കഴിക്കാഞ്ഞതുകൊണ്ട് എൻ്റെ ഷെയർ ഞാൻ രാവിലെ പുട്ടിൻ്റെ കൂടെയാണ് കഴിച്ചത്. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. ഈ അന്നന്ന് വെക്കുന്ന കറികൾ കൂട്ടി കഴിക്കുന്നതിനേക്കാൾ, എസ്പെഷ്യലി മീൻ കറിയൊക്കെ അന്ന് വെക്കുമ്പോൾ തന്നെ കഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ലത് അടുത്ത ദിവസം നമ്മൾ കഴിക്കണ്ട. അപ്പോൾ അതിൻ്റെ ആ ഫ്ലേവറൊക്കെ ഇറങ്ങി പുളിയൊക്കെ ഇറങ്ങി നമുക്കിങ്ങനെ കുഴച്ച് കഴിക്കാൻ തോന്നും. പിന്നെ എനിക്കൊന്നും മത്തി ഇഷ്ടമില്ലാത്തവരായിട്ട് ഒരുമാതിരിപ്പെട്ട ആരുമില്ലായിരുന്നു. മത്തി ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ കാണുമായിരിക്കും കേട്ടോ. എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. ഓക്കെ, പണ്ടൊന്നും ഞാൻ പുട്ടിൻ്റെ അത്ര ലവറല്ലായിരുന്നു കേട്ടോ. എനിക്ക് പുട്ട് പെട്ട് എനിക്കിഷ്ടമേ അല്ല എന്ന് പറയും. പള്ളിപ്പുറത്തൊക്കെ എപ്പോഴും എന്നും പൂട്ട് അത് മാത്രമായിരുന്നു. ശരിക്കും ഡെയിലി പുട്ട് കഴിക്കുന്നവരുണ്ട് കേട്ടോ, ഒരു മടുപ്പില്ലാണ്ട്. അതും ഈ ഗോതമ്പ് പുട്ടൊക്കെ. മേ ബി എന്താണ് അവരുടെ അഡിഷനൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ എന്നും കഴിക്കുന്ന ആളല്ല. ഞാൻ ആക്ച്വലി എല്ലാത്തരം ഫുഡും കഴിക്കുന്ന ഒരാളാണ്. ഇറ്റ്സ് ഡിപ്പെൻസ് ഓൺ ടേസ്റ്റ്. കുറച്ച് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ എല്ലാ കോംബോയും കഴിക്കും കേട്ടോ. എനിക്കിഷ്ടമാണ് അതൊക്കെ കഴിക്കുന്നത്. ഹെൽത്തി ആയിട്ടിരിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാനൊരു കുറച്ച് വലുതായി കഴിഞ്ഞപ്പോഴാണ് കഴിക്കാൻ തുടങ്ങിയത്. ഈ ചേമ്പ്, കാച്ചിൽ അതൊക്കെ ഞാൻ ഒരിടയ്ക്ക് കഴിക്കില്ലായിരുന്നു. പിന്നീട് എനിക്ക് അതിൻ്റെ ഗുണവും ടേസ്റ്റൊക്കെ മനസ്സിലായപ്പോൾ കഴിച്ചു. ഈ ഒരു ചോക്ലേറ്റ് എൻ്റെ ബർത്ത്ഡേക്ക് ഇവർ തന്നെ കൊണ്ടുവന്ന കേട്ടോ. പിന്നെ ഒറ്റയ്ക്ക് കഴിക്കാൻ എനിക്കിഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ച് വെച്ച് ഇങ്ങോട്ട് വന്നപ്പം എടുത്തുകൊണ്ട് വന്നു. ഷെയറിങ് ഈസ് കെയറിങ് കേട്ടോ.
ഒരെണ്ണം ഗെയിം കളിക്കുന്നു, ഒരെണ്ണം പഠിക്കുന്നു. പിന്നെ കുറച്ച് മീൻ വറുക്കാനുണ്ടായിരുന്നു കേട്ടോ ഉച്ചത്തേക്ക്. അപ്പോൾ കഴിക്കുന്നതിന് മുമ്പായിട്ട് വറുക്കുകയാണെങ്കിൽ ചൂടായിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു കഴുത കളിയായിരുന്നു. ഇത് ചീട്ട് എനിക്ക് വീണ് കിട്ടിയ ചീട്ടാണ് കേട്ടോ, എവിടുന്നോ ഞാൻ ഓർക്കുന്നില്ല, കുറേ ആയി. അപ്പോൾ എനിക്ക് വലുതായിട്ട് കളിക്കാനൊന്നും അറിയത്തില്ല. ഓഫ് കോഴ്സ് എല്ലാ പ്രാവശ്യം ഞാൻ തന്നെയാണ് കഴുതിയത്. അങ്കിൾ ഓട്ടത്തിനിടയിൽ ലഞ്ച് കഴിക്കാൻ വന്നിട്ട് പോവുകയാണ് കേട്ടോ. പിന്നെയും വിശന്നപ്പോഴത്തേക്കും വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സവോള വടവടയും ഉണ്ടാക്കി തരാം, പോയി സവോളയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ആ പ്ലാസ്റ്റിക് ബോർഡ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല കേട്ടോ, പക്ഷേ അത് ഇത്ര ഡേഞ്ചറാണ്. അപ്പോൾ നമ്മൾ സവോളയൊക്കെ അരിഞ്ഞ് ഉപ്പൊക്കെ ഇട്ടത് കുറച്ച് നേരം വെച്ചിട്ട് അത് പിഴിഞ്ഞെടുക്കുന്ന സീനാണ് കേട്ടോ ഈ കാണുന്നത്. എനിക്ക് ഇഷ്ടമാണ്, എന്താ വെച്ചാൽ ഭയങ്കര വലിയ ഫാനൊന്നും അല്ല കേട്ടോ ഞാൻ സവോള വടയുടെ. അപ്പം അങ്ങനെ പിഴിഞ്ഞെടുത്ത ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില അതൊക്കെ ഇട്ടിട്ട് പിന്നെ കടലമാവ്, അരിപ്പൊടി ഈ സാധനങ്ങളും ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇവിടെ കണ്ടില്ലടി, ഇത്ര കണ്ടുള്ളൂ. എന്നാലും രവണാസെന്ന് കഴിക്കോളൂ. എന്ത് നോക്കിയുള്ള പത്രം എൻ്റെ അമ്മേ. കത്തി കൊണ്ട് കട്ട് ചെയ്തി അങ്ങോട്ട്. നമ്മളൊരു ഏകദേശം ഇത് വെച്ച് അങ്ങോട്ട് ഇടുക. ഇവിടെ നിർത്തുക. കുറച്ച് അരിപ്പൊടിയും കൂടി ഇടുക. മിടുക്കി അരിപ്പൊടി തന്നെ ഇടുക. ക്രിസ്മസ് കിട്ടണം. എന്നിട്ട് നമ്മൾ എന്നായിരുന്നു വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഓൾറെഡി കാണും സവാള. ഇങ്ങനെയൊക്കെയല്ലേടാ, ഇങ്ങനെയൊക്കെയല്ലേ കുട്ടി, ഇങ്ങനെയൊക്കെയല്ലേ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. ചേട്ടനല്ലേ പറഞ്ഞു കുറച്ചും കൂടെ പൊടി വേണ്ടേ? ഉള്ളിവടയിൽ ഉള്ളിയാണ് മെയിൻ, അതുകൊണ്ട് കടലമാവല്ല. ഞാൻ പറഞ്ഞു ഉള്ളി മാത്രം ഇട്ട് പൊരിക്കാനാണെങ്കിൽ നിനക്ക് വെണ്ണയിട്ട് വറുത്താൽ പോരായിരുന്നു, അങ്ങനെ വയ്ക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇഞ്ചിയും പിന്നെ പച്ചമുളകും കറിവേപ്പിലയൊക്കെ മതിയില്ലേ, ഒരുപാട് പൊടിക്കണം എടുക്കണ്ടേ. തുള്ളി അത് മുങ്ങുന്നുണ്ട്. ഒരു മിനിറ്റ് ഞാൻ എൻ്റെ കൈയും കഴിക്കട്ടെ. എന്നാൽ ചൂടായിരിക്കും നല്ലോണം. ഇനിയും ചൂടായാൽ പൊരിഞ്ഞ് കിട്ടും. ഇനിയും ചൂടായാൽ പൊരിഞ്ഞ് കിട്ടുമെന്ന്. കോരണെന്ന് പറഞ്ഞ് മമ്മട്ടിയും അരിയൊന്നും എടുത്തോണ്ട് പോകുന്നേക്കല്ലേ. പുള്ളയിലിട്ടണ വേണ്ട, ബേണായി പോവും, അകം വേഗത്തില്ല. എൻ്റെ ഉള്ളുകട കുഞ്ഞതായിരിക്കും കേട്ടാ. എല്ലാവർക്കും തികയണ്ടേ? ഇങ്ങനെ അപ്പം പോലെ ഓസ്തി പോലെ എല്ലാം എടുക്കും. ഇന്നത്തെ പഴംപൊരിയുടെ കണ്ടല്ലേ. ഈ ഉണ്ടാവും വേണ്ട, മറ്റേ ഇത് മൊത്തം എനിക്കൊക്കെ കുഴപ്പമുണ്ടല്ലോ. മറിച്ചിടാൻ അത് വേണ്ട. ആ ജാക്കിനോടൊന്നും മിണ്ടാണ്ടിരിക്കണം. ജാക്കിനെ വേണേ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തടി. പൂച്ചയെ കൊഞ്ചിക്കുന്നു. അങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് നമ്മുടെ ഉള്ളിവട റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാണാൻ വലിയ ലുക്കില്ലായിരുന്നെങ്കിലും സംഭവം അടിപൊളിയായിരുന്നു. ഞങ്ങളതൊക്കെ കഴിച്ചു. പിന്നെ കുറേ നേരം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രിയായപ്പോൾ പിന്നെ അത്താഴത്തിൻ്റെ കർമ്മത്തിലേക്ക് കടന്നു കേട്ടോ. ഇടയ്ക്ക് പഴമൊക്കെ എടുത്ത് കഴിച്ചു. സാധനമാകുന്നവരെ വിശപ്പ് നിൽക്കാൻ പറ്റില്ല. നല്ല സീനറി ആയിരുന്നു കേട്ടോ. എനിക്ക് അവിടുത്തെ വ്യൂ ഭയങ്കര ഇഷ്ടമാണ്. രാത്രിയിൽ അത്താഴം സിമ്പിളായിട്ട് കഴിച്ചു. അങ്ങനെ ബൈ ബൈ പറഞ്ഞ് ഉറങ്ങാൻ പോവാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.